എല്ലാ ചുണക്കുട്ടികൾക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോളിഡ്സ് ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് പാർട്ടിൽ രണ്ട് ടെസ്റ്റ് ഉണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്. അതിൽ ഫസ്റ്റ് പാർട്ടിലെ 6 ചാപ്റ്റേഴ്സ്, സെക്കൻഡ് പാർട്ടിൽ അതുപോലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഈ സോളിഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ടിലെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് ആകെ നോക്കുമ്പോൾ 8ാമത്തെ ചാപ്റ്ററാണ്. ഈ സോളിഡ്സിലെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് സോളിഡ്സ് എന്ന് പറയുന്നത്. അത് ഏതാണ്ട് നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ ഒരു കണ്ടിന്യൂഷനാണ്. അതായത് കുറച്ച് കാര്യങ്ങൾ അതിന് നമ്മൾ പഠിക്കാനുണ്ടായിരുന്നു. 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് സിലിണ്ടർ പഠിക്കാനുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ സ്ക്വയർ പ്രിസം പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. അപ്പം അവിടെ നിന്ന് അതിൽ നിന്നുള്ള ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഏത് പറയുന്ന ഈ സ്ക്വയർ പിരമിഡ്, അതുപോലെ തന്നെ കോഡ്, പിന്നെ വരുന്നതാണ് സ്പിയർ വരുന്നുണ്ട്, ഹെവി സ്പിയർ വരുന്നുണ്ട്, ഇതൊക്കെ. അപ്പോൾ നമുക്കിന്ന് ഈ പറയുന്ന സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏതാണെന്ന് പറഞ്ഞാൽ സ്ക്വയർ പിരമിഡ്. എന്താണ് സ്ക്വയർ പിരമിഡ്? അല്ലെങ്കിൽ എന്ന് പറയുന്നു സമചതുര സ്തൂപിക. സ്ക്വയർ പിരമിഡ് അല്ലെങ്കിൽ എന്താണ് സമചതുര സ്തൂപിക. പിന്നെ പഠിക്കുന്നത് എന്താണ് കോൺ. പ്രധാനമായിട്ട് പഠിക്കുന്നതാണ് കോൺ. കോൺ അല്ലെങ്കിൽ എന്താണ് മലയാളം മീഡിയം കുട്ടികൾക്ക് എന്താ വൃത്തസ്തൂപിക. ഈ സമചതുര സ്തൂപിക എന്താണ്, വൃത്തസ്തൂപിക നമുക്ക് എന്താണെന്ന് നോക്കാം. ആയിക്കോ, നമുക്ക് ആദ്യം സമചതുര സ്തൂപിക എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ പിരമിഡ് ശ്രദ്ധിക്കുക. ഒരു ട്രയാങ്കിൾ കണ്ടല്ലോ, ഒരു ട്രയാങ്കിളാണ്, ഐസോസെലസ് ട്രയാങ്കിൾ. 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ഒരു സമപാർശ്വ ത്രികോണം. ഇത് വരച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ വരച്ച് പഠിക്കണം കേട്ടോ. 2 പാരലൈൻസ് വരച്ചു കണ്ടല്ലോ. ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ 2 പാരലൈൻസ് വരച്ചു, എന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു കണ്ടല്ലോ. ഇതാണ് സംഭവം സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്. ഇതാണ് ഇത് സ്ക്വയർ പിരമിഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ പിരമിഡ് എന്ന് പറയാൻ കാരണം, ഇതിൻ്റെ ബേസ് എന്ത് ഷേപ്പാണ്? സ്ക്വയർ ആണ്. ബേസ് എന്ത് ഷേപ്പാണ്? സ്ക്വയർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാ സൈഡും ഈക്വൽ ആണല്ലോ. ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക? എ എ എ അല്ലേ. അതിൻ്റെ ഇതിന് എത്ര വശമുണ്ട്? ഒരു സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ബേസ് അല്ലേ, എത്ര വശമുണ്ട്? 4 അല്ലേ. സ്ക്വയറിന് 4 വശമുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഓരോ ഭാഗത്തിനും നമുക്ക് നമുക്ക് എന്ത് പേര് കൊടുക്കാം? എ എ എ എ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ പറയുക? ബേസ് എഡ്ജ്. എന്താണ് പറയേണ്ടത്? ബേസ് എഡ്ജ്. മലയാളം മീഡിയം കുട്ടികൾക്ക് എന്താ പറയേണ്ടത്? പാദവക്ക്. എന്താ പറയുക? പാദവക്ക്. അപ്പോൾ ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എന്താണ്? സ്ക്വയറാണ്. അതിന് ഓരോ എഡ്ജിനെയും നമുക്ക് എന്ത് പറയാം? ബേസ് എഡ്ജ് എന്ന് പറയാം. അതിന് നമുക്ക് ഏത് ലെറ്റർ ഉപയോഗിക്കാം? അവിടെ എ. എന്താണ് ഉപയോഗിക്കേണ്ടത്? എ, സ്മോൾ എ. ഇനി അടുത്തത് കണ്ടല്ലോ, ഇതിന് ഈ ഇതെന്താണ്? ലാറ്ററൽ അല്ലേ. ലാറ്ററൽ ആയിട്ട് വരുന്ന ഈ എഡ്ജിനെ നമുക്ക് എന്ത് പറയുക? ലാറ്ററൽ എഡ്ജ്. എന്താ പറയുക? ലാറ്ററൽ എഡ്ജ്. അതിന് നമ്മളെന്ത് ലെറ്റർ ഉപയോഗിക്കുക? ഇ എന്ന് പറയുന്ന ലെറ്ററാണ് ഉപയോഗിക്കുക. ഇതെല്ലാം എന്താണ്? ഇ ആണ് അല്ലേ. ലാറ്ററൽ എഡ്ജസ്. എത്ര ലാറ്ററൽ എഡ്ജസ് ഉണ്ട്? 4. അപ്പോൾ എത്ര ബേസ് എഡ്ജസ് ഉണ്ട്? 4 അല്ലേ. എത്ര ലാറ്ററൽ എഡ്ജസ് ഉണ്ട്? 4. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഈ എന്താണ് സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള അല്ലേ, ഇങ്ങനെ കുത്തനെ വരുന്നത്, ഇതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ആ ഫിഗർ വരച്ചപ്പോഴത്തേക്ക് കുറച്ച് നേരെ വരയ്ക്കേണ്ടതായിരുന്നു, അതുകൊണ്ടാണ് ഇതിന് ചരിഞ്ഞിരിക്കുന്നത്. വേർട്ടിക്കലായിട്ടാണ് വരുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത്. ആണല്ലോ, ഇത് ഇങ്ങനെ വരും. ഇത് ഇവിടെ അത്ര 90 ഡിഗ്രി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക കേട്ടല്ലോ. ഇതാണ് അതിൻ്റെ ഹൈറ്റ്. ഇതെന്ന് പറയുന്നത് എച്ച് എന്ന് പറയും. ഇനി അടുത്ത് ഈ പോകുന്ന ഈ സംഭവത്തിനെ നമുക്ക് എന്താ പറയാം? ഡയഗണൽ. എന്താ പറയുക? ഡയഗണൽ. എന്താണ്? വികരണം. അപ്പോൾ അതിൻ്റെ ബേസിലാണത് വരുന്നത്. ഇതെന്താ പറയുക? ഡയഗണൽ. അപ്പോൾ ഇതെന്താണ്? ഇ. ഇതെന്താണ്? ഹൈറ്റ്. ഇതെന്താണ്? ബേസ് എഡ്ജസിനെ നമുക്ക് എന്ത് പറയും? എ. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടല്ലോ, ഇതാ ഇവിടെ നിന്ന് ഈ ബേസ് എഡ്ജിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരുന്ന ഈ ലൈനെ നമുക്ക് എന്താ പറയുക? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുക. എന്താ പറയുക? സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ മലയാളം മീഡിയം കുട്ടികൾക്ക് എന്ത് പറയുന്നു? ചരിവ് ഉയരം എന്ന് പറയുന്നു. നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ കാണുന്നത് അല്ലേ, ഇത് മുതൽ ഇതുവരെ എ ആണ്. അപ്പോൾ ഇത്രയും എന്തായിരിക്കും? a/2 കണ്ടോ. എന്താണ്? ഇത് മുതൽ ഇതുവരെ എന്താണ്? എ അല്ലേ. ഇത് മുതൽ ഇതുവരെ എന്താണ്? എ. അപ്പോൾ ഇത്രയും ഭാഗം എന്തായിരിക്കും? a/2. ഇനി ഈ കാണുന്നത് എന്താണ്? എൽ. എന്താണ്? ചരിവ് ഉയരം അല്ലെങ്കിൽ എന്താണ്? സ്ലാൻഡ് ഹൈറ്റ്. ഇതെന്താണ്? എച്ച്. കണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നതാണ് a/2. ഇതെന്താണ്? അതിൻ്റെ ഹൈപ്പോട്ടനസ് പറയുന്നതാണ് അതിൻ്റെ ഈ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടനസ് പറയുന്നതിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയാം അല്ലേ. സ്ക്വയർ പിരമിഡിൻ്റെ സ്ലാൻഡ് ഹൈറ്റ്. ഇതെന്താണ്? ഹൈറ്റ് തന്നെയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ എല്ലായി എച്ച് ആയി, പിന്നെ എന്താണ്? a/2 ബേസ്. ബേസ് എന്താണ്? a/2.
ഇത് നമുക്കിവിടെ പൈതഗോറസ് തിയറം അല്ലേ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമുക്ക് എന്താ പറയേണ്ടത്? നമ്മൾ മലയാളം മീഡിയം കുട്ടികൾക്ക് ഇതിനെ കർണം, ഇതിനെ പാദം, ഇതിനെന്ത് പറയുന്നത് ലംബം എന്ന് പറയും. അപ്പോൾ കർണം കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് പാദം സ്ക്വയർ പ്ലസ് എന്താണ് ലംബ സ്ക്വയർ. അതായത് ഹൈപ്പോട്ടൻസ് ഇസിക്കൽ ടു സ്ക്വയർ ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് എന്താണ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എല്ല് കണ്ടുപിടിക്കേണ്ട ഫോർമുല ചരിവ് ഉയരം അല്ലേ, എല്ലെന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്ക് എങ്ങനെ അത് ഫോം ചെയ്യാൻ പറ്റും? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് എന്താണ് ബേസ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് എന്നത് പറയുക എച്ച് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, ബേസ് എന്താണ് a/2 ദ ഹോൾ സ്ക്വയർ. ഇത് ഇപ്പോഴും തന്നെ പഠിച്ചുകൊള്ളുക. മനസ്സിലെ ഫോർമുല എങ്ങനെ ഉണ്ടാവുമോ നോക്കിയോ. എന്താണ്? എൽ ഇസിക്കൽ ടു എച്ച് സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. എൽ എന്ന് പറയുന്നത് എന്താണ്? സ്ലാൻഡ് ഹൈറ്റ്. എൽ എന്താണ്? സ്ലാൻഡ് ഹൈറ്റ്. അല്ലെങ്കിൽ എന്താ പറയുക? മലയാളം മീഡിയം കുട്ടികൾക്ക് എന്താ പറയുക? ചരിവുയരം. എന്താ പറയുക? ചരിവുയരം അല്ലേ? ഈ ചരിഞ്ഞ ഭാഗത്തു നിന്നുള്ള ഇങ്ങോട്ടുള്ള ഉയരമാണ് ഇത് സ്ലാൻഡ് ഹൈറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ ചരിവുയരം എന്ന് പറയുന്നത്. അപ്പോൾ എല്ല് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ എന്താണ് ചരിവുയരം കണ്ടുപിടിക്കേണ്ടത്, സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എങ്ങനെ കിട്ടി നമുക്ക്? കണ്ടല്ലോ. എന്താ പറയുക? എൽ ഇസിക്കൽ ടു സ്ക്വയർ ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് എന്താണ് a/2 ദ ഹോൾ സ്ക്വയർ. എന്തുകൊണ്ട് a/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത് ഇതുവരെയാണ്. അപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് വരെ എന്താണ് എയുടെ ഹാഫേ ഉള്ളൂ. അതുകൊണ്ടാണ് a/2 എടുത്തത്. ഇത് മുതൽ ഇതുവരെ എ ആണ്. അപ്പോൾ എത്രയാണ് വരുന്നത്? a/2. മനസ്സിലായല്ലോ? ഇതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം. കണ്ടല്ലോ. ഇത് a/2, ഇത് L, ഇതെന്താണ് എച്ച്. മനസ്സിലായി? a/2 L H. നിങ്ങൾ പൈതഗോറസ് തിയറത്തിൽ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഇതെന്താണ്? ബേസ്. ഇതെന്താണ്? ആൾട്ടിറ്റ്യൂഡ്. ഇതെന്താണ്? ഹൈപ്പോട്ടൻസ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ബേസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? അല്ല, ഹൈപ്പോട്ടൻസ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ എന്താണ്? സ്ക്വയർ ഓഫ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് എന്താണ്? ബേസ് സ്ക്വയർ. ഇനി ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആൾട്ടിറ്റ്യൂഡ് അതിന് വരെ നമ്മൾ എച്ച് കാണാൻ പറഞ്ഞാൽ ഹൈപ്പോട്ടൻസ് സ്ക്വയർ മൈനസ് എന്താണ്? ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടൻസ് സ്ക്വയർ അതിന് വരെ പറയും എൽ സ്ക്വയർ മൈനസ് ബേസ് എന്താണ്? a/2 ദ ഹോൾ സ്ക്വയർ. മനസ്സിലായല്ലോ? പിടികിട്ടിയല്ലോ? ഇത് തന്നെയാണ് സംഭവം. ഇവിടെ നമ്മൾ എല്ല് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ഓഫ് എന്താണ്? സം ഓഫ് ദ സ്ക്വയർസ് ഓഫ് എന്നതിൻ്റെയൊക്കെ സ്മോളർ സൈഡ്സ് അല്ലേ? ബേസ് സ്ക്വയർ പ്ലസ് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ എന്താണ്? എന്ന് കണ്ടുപിടിക്കാൻ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഹൈപ്പോട്ടൻസ് സ്ക്വയർ മൈനസ് എന്താണ്? ബേസ് സ്ക്വയർ. എൽ സ്ക്വയർ മൈനസ് എന്താണ്? a/2 ദ ഹോൾ സ്ക്വയർ. ഇനി അടുത്ത് നമുക്ക് a/2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് a/2. മനസ്സിലായി? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇതിൻ്റെ ചരിവുയരം കാണുക, അല്ലെങ്കിൽ എന്താണ്? പാർശ്വനിധി കാണുക, അല്ലെങ്കിൽ എന്താ പറയുക? അതിൻ്റെ ഉയരം കാണുക, അല്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, ഹൈറ്റ് കണ്ടുപിടിക്കുക. ഒരു സ്ക്വയർ പിരമിഡിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏതാണ് ഫോർമുല? എച്ച് സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. ഒരു സമചതുര സ്തുതിയുടെ ചരിവുയരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്ക്വയർ ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. ഒരു സമചതുര സ്തുതിയുടെ ഉയരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ്? ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്ക്വയർ ഓഫ് എൽ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. ഇനി അത് കഴിഞ്ഞിട്ട് അതിനൊരു ബേസ് എഡ്ജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എഡ്ജ് അതിൻ്റെ പാദവക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അവിടെ ശ്രദ്ധിക്കണം. പാദവക്കാണ് കണ്ടുപിടിക്കേണ്ടത്. പാദവക്കിൻ്റെ പകുതിയല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാദവക്ക്, അല്ലെങ്കിൽ എന്താണ്? ബേസ് എഡ്ജ്. ബേസ് എഡ്ജാണ് കാണാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ബേസ് എഡ്ജിൻ്റെ ഹാഫ് അല്ല കണ്ടുപിടിക്കേണ്ടത്, a/2 അല്ല കണ്ടുപിടിക്കേണ്ടത്, എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക. a ഇസിക്കൽ ടു അത് സാധാരണ a/2 കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബേസ് കാണാൻ പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ഹൈപ്പോട്ടൻസ് സ്ക്വയർ മൈനസ് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതിന് പകരം നമുക്ക് എന്താ പറയേണ്ടിയിരുന്നത്? സ്ക്വയർ ഓഫ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സ്ക്വയർ ഓഫ് ഇത് എന്താണ്? എൽ സ്ക്വയർ മൈനസ് എന്താണ്? a/2 ദ ഹോൾ സ്ക്വയർ അല്ലേ? എന്താ എൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. ഇനി എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്ക്വയർ ഓഫ് എൽ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിൽ നിന്ന് എ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് a/2 ആണ്. അപ്പോൾ ഈ 2 തൽക്കാലം മാറ്റിയിട്ട് ഇവിടെ കൊടുക്കുക 2 ഇൻറ്റു. കണ്ടോ? ഇത് സ്കൂളുകളിൽ എങ്ങനെ പഠിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഇപ്പോഴും ഇതിങ്ങനെ നന്നായിട്ട് പഠിച്ചു പോവുക. a ഇസിക്കൽ ടു 2 ഇൻറ്റു സ്ക്വയർ ഓഫ് ഇത് നമുക്ക് ബാക്കി പറയാൻ പോലെ എന്താണ്? എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. മനസ്സിലായല്ലോ?
പ്രധാനമായിട്ട് പഠിക്കാനുള്ളതാണ് സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല വന്നാൽ എൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഈസ് സ്ക്വയർ ഓഫ് എന്താണ് എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് എൽ സ്ക്വയർ മൈനസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. എ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ബേസ് എഡ്ജിൻ്റെ ഹാഫാണ് എ എന്ന് പറയുന്നത് അല്ലേ. ബേസ് എഡ്ജിൻ്റെ ഹാഫാണ് ഇവിടെ എ ബൈ ടു എന്ന് പറയുന്നത്. അപ്പോൾ എ എന്തായിരിക്കും ഈ അടിയിൽ വരുന്ന 2 എടുത്ത് ഇവിടെ ഇടുക കേട്ടോ. അപ്പോൾ എ ഇൻറ്റു സ്ക്വയർ ഓഫ് എൽ സ്ക്വയർ മൈനസ് എന്താണ് എച്ച് സ്ക്വയർ. എന്താണ് എ ഇസിക്കൽ ടു 2 ഇൻറ്റു സ്ക്വയർ ഓഫ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. ഇപ്പം തന്നെ നിങ്ങളത് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി ഉടനെ നിങ്ങൾ സ്കൂളിൽ എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഭാഗങ്ങൾ ഇതിനടുത്ത് 7 കഴിഞ്ഞാൽ അടുത്ത് 8 എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഇനി അടുത്തത് നമുക്ക് എല്ല് കണ്ടുപിടിക്കാൻ ഇനി ഒരു ഫോർവേഡ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എല്ല് കണ്ടുപിടിക്കാനായിട്ട് എൽ ഇസിക്കൽ ടു സ്ക്വയർ ഓഫ് ഇ സ്ക്വയർ മൈനസ് എ ബൈ ടു ദ ഹോൾ സ്ക്വയർ. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതിൻ്റെ ലാറ്ററൽ എഡ്ജും പിന്നെ എന്താണ് ബേസ് എഡ്ജുമായിരിക്കും തരിക. എന്താണ് ലാറ്ററൽ എഡ്ജും ബേസ് എഡ്ജും ഉണ്ട്. ഇവിടെ ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നതാണ് ഇതാണ് അല്ലേ. ബേസ് എഡ്ജ് ഏതാണ് ബേസ് എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പോൾ അതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത് എല്ല് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇവിടെ നോക്ക്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് അല്ലേ ഒരു ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡാണ് ഏത് ഈ എൽ എന്ന് പറയുന്നത് അല്ലേ നടുക്ക് വരുന്നത്. ഇതുപോലെ ഇതുവരെ എന്താണ് എ ആണെങ്കിൽ ഇത്ര എന്തായിരിക്കും എ ബൈ 2 ആയിരിക്കും ആണല്ലോ എ ബൈ 2. ഇതെന്താണ് ഈ കണ്ടോ മനസ്സിലായല്ലോ. ഇവിടെയും എന്ത് തന്നെയാണ് ഈ സംഭവം തന്നെയാണ്. ഇവിടെ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എന്താ ഇപ്പോൾ വന്നത് എല്ല് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എൽ ഇസിക്കൽ ടു സ്ക്വയർ ഓഫ് ഹൈപ്പോട്ടൻസ് സ്ക്വയർ മൈനസ് എന്താണ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടൻസ് എന്താണ് ഇ സ്ക്വയർ മൈനസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇതുപോലെ നമുക്ക് എല്ലാ സംഭവങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിലായി. അതാണ് എൽ ഇസിക്കൽ സ്ക്വയർ ഓഫ് ഇ സ്ക്വയർ മൈനസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇതിൽ പഠിച്ചത് എൽ ഇസിക്കൽ ടു സ്ക്വയർ ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എൽ സ്ക്വയർ സ്ക്വയർ ഓഫ് എൽ സ്ക്വയർ മൈനസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. എ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2 ഇൻറ്റു സ്ക്വയർ ഓഫ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. എൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ഇ സ്ക്വയർ മൈനസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇതെല്ലാം ഇത്രയും ഫിഗറൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് എങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് കിട്ടിയെന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത് ഇത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വയ്ക്കുക. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും കാർഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും തലയിൽ നിൽക്കാതെ വരും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നോക്കുക. ഇത് കണ്ടല്ലോ നമുക്കിത് എന്താണ് ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത് അല്ലേ. ഈ കാണുന്നതാണ് ഇത് സ്ക്വയർ ആണല്ലോ. ഇതിന് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ഉയർത്തി വയ്ക്കുകയാണ്. അല്ലേ നിങ്ങളുടെ ഒരു പേപ്പറിൽ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും ഈ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന സാധനം എന്താണ് ഇതെന്താണ് ഇ ആണ് അല്ലേ. ഇതെല്ലാം എന്താണ് ഇ ആണ്. ഇതെന്താണ് എ. അപ്പോൾ ഇതെന്തായിരിക്കും അതിൻ്റെ എൽ സ്ലാൻഡ് ഹൈറ്റ് മനസ്സിലായി. എച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാം വയ്ക്കുമ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മനസ്സിലായി. എച്ച് എന്ന് പറയുന്നത് ഇതായിരിക്കും അതിൻ്റെ ഹൈറ്റ്. ഓക്കെ ഇത് സ്ലാൻഡ് ഹൈറ്റ് എൽ എച്ച് എ ബൈ 2 ഇത്തിരി കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ ഇന്ന് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനൊക്കെ തരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും ബേസ് പെരിമീറ്റർ ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നതാണ് ബേസ് എന്ത് ഷേപ്പാണ് സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര എ ആണ് 1 2 3 4. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4a മനസ്സിലായി. അപ്പോൾ 4a എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും തന്നിരിക്കുക. കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പെരിമീറ്റർ ആണ് തരുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും 4a എത്ര ഈ 4 സൈഡിൻ്റെയും കൂടെ തുകയാണ് സം ഓഫ് 4 സൈഡ്സ് അല്ലേ. 4 എഡ്ജസ് എത്രയാണ് 40 സെൻറ്റിമീറ്റർ ആണ് നിൽക്കുക. എത്രയാണ് 40 സെൻറ്റിമീറ്റർ. അപ്പോൾ 4a = 40. therefore a = 40 ഡിവൈഡ് ബൈ 4 = 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓരോ സൈഡും എത്ര വീതമായിരിക്കും 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ മനസ്സിലായി. ഇതൊക്കെ പിന്നെ പറഞ്ഞിടാം. ഇതൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി. പിന്നെ അടുത്ത് വേറൊന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ആയിരിക്കും തരിക. അതിൻ്റെ പാദത്തിൻ്റെ പരപ്പളവായിരിക്കും തരിക. ഇത് പാദത്തിൻ്റെ ചുറ്റളവ് തന്നിരുന്നു. അപ്പോൾ 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പാദത്തിൻ്റെ പരപ്പളവ് സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. ബേസ് ഏരിയ ബേസ് എന്ത് ഷേപ്പാണ് സ്ക്വയർ. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ് എ സ്ക്വയർ. അപ്പോൾ 10 × 10 എന്താണ് 100 മനസ്സിലായോ.
അപ്പോൾ എ സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്, 100 ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു എഡ്ജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എ ഈക്വൽ ടു സ്ക്വയർ വന്നാൽ സ്ക്വയർ റൂട്ട് കാണുക. എന്താണ് സ്ക്വയർ വന്നാൽ ഇത് കാണുക? സ്ക്വയർ റൂട്ട്. അപ്പോൾ അതാണ് 10 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് കിട്ടിയില്ല 10 സെൻറ്റിമീറ്റർ. ഇവിടെ എന്താണ് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിനി അടുത്ത് പഠിക്കുന്നത്, നമ്മളാദ്യം ഇത് പഠിച്ചപ്പോൾ എന്താണ് സ്ക്വയർ പിരമിഡാണ് പഠിച്ചത്. ഇതാണ് സ്ക്വയർ പിരമിഡ്. ഇനി അടുത്ത് പഠിക്കുന്നത് എന്താണ്? കോൺ. എന്താണ് കോൺ? കണ്ടല്ലോ, ഇതാണ് കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഡയഗണൽസ് അല്ലെങ്കിൽ എന്താ ഹൈറ്റ് ഉണ്ട്. പിന്നെ അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു? ഡയഗണൽസ് ഉണ്ടായിരുന്നു, ഹൈറ്റ് ഉണ്ടായിരുന്നു, ബേസ് എഡ്ജ് ഉണ്ടായിരുന്നു, ലാറ്ററൽ എഡ്ജ് ഉണ്ടായിരുന്നു, സ്ലാൻഡ് ഹൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും ഇല്ല. 3 കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഇവിടെ നിന്നാണ് റേഡിയസ് ആണല്ലോ, സർക്കിളല്ലേ, അപ്പോൾ റേഡിയസ്. ഇതെന്താണ്? ഹൈറ്റ്. ഇതാണ് എൽ. ഇവിടെയും സംഭവം സെയിം തന്നെയാണ്. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്? ഇതെന്താണ് റേഡിയസ്, ഇതെന്താണ് ഹൈറ്റ്, ഇതെന്താണ് എൽ. ഇവിടെ ഇത് ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പറ്റൻസ്. അപ്പോൾ ഹൈപ്പറ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ ഓഫ് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ എന്താ പറയുക? എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഇനി അപ്പോൾ എൽ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? എച്ച് എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് അല്ലേ? അപ്പോൾ എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഹൈപ്പറ്റൻസ് സ്ക്വയർ മൈനസ് എന്താണ്? ബേസ് സ്ക്വയർ. ഹൈപ്പറ്റൻസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ബേസ് എന്താണ്? ആർ. ഹൈപ്പറ്റൻസിന് പകരം ഇവിടെ എന്താണ്? സ്ലാൻഡ് ഹൈറ്റ്. ഇതാണ് എൽ. ഇതാണ് ആൾട്ടിറ്റ്യൂഡ്. അതിന് പകരം എന്താണ്? എച്ച്. ഇവിടെ എന്താണ്? ബേസ് എന്ന് പറയുന്നത് റേഡിയസ് ആണ് അല്ലേ? ഇവിടെ ആർ. കേട്ടോ? അപ്പോൾ എൽ കണ്ടുപിടിച്ചു, എച്ച് കണ്ടുപിടിച്ചു. ഇനി അടുത്തതാണ് റേഡിയസ് കാണാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? റേഡിയസ് അല്ലേ? ഒരു കോണിൻ്റെ അതിൻ്റെ ബേസ് റേഡിയസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ബേസ് അല്ലേ? ആർ, റേഡിയസ്. അത് കാണുമ്പോൾ ഹൈപ്പറ്റൻസ് സ്ക്വയർ മൈനസ് പൈതൃസ്ഥിരം. ഹൈപ്പറ്റൻസ് സ്ക്വയർ മൈനസ് എന്താണ്? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നിങ്ങൾക്ക് പറയുകയാണ് ഇതിൻ്റെ പെരിമീറ്റർ, ബേസ് പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ബേസ് പെരിമീറ്റർ ആയിരിക്കും തരിക. അപ്പോൾ ഇതിൻ്റെ ബേസ്, ഇത് ഷേപ്പാണ്, സർക്കിളാണ്. സർക്കിളിൻ്റെ പെരിമീറ്റർ എന്താണ്? 2πr. അപ്പോൾ ബേസ് പെരിമീറ്റർ ഒരു എന്താണ്? 18π ആണ് വയ്ക്കുക. ഇതാണ് ബേസ് പെരിമീറ്റർ 18π. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കും? r = 18π ഡിവൈഡ് ബൈ എന്താണ്? 2π അല്ലേ? പൈ ഇവിടെ പോയി. അപ്പോൾ അത്ര 9 ടൈംസ്. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? 9 അല്ലേ? റേഡിയസ് എത്ര? 9 സെൻറ്റിമീറ്റർ. ഇനി ചിലപ്പോൾ ഇതിൻ്റെ ബേസിൻ്റെ ഏറിയ ആയിരിക്കും തരിക, പരപ്പളവ്, പാദത്തിൻ്റെ പരപ്പളവ്. ബേസ് എന്താണ്? സർക്കിളാണ്. സർക്കിളിൻ്റെ എന്താണ്? ഏറിയ. എന്താണ്? സർക്കിളിൻ്റെ ഏറിയ എന്താണ്? πr സ്ക്വയർ. അപ്പോൾ ചിലപ്പോൾ 81π ആയിരിക്കും തരിക. മനസ്സിലായി? അപ്പോൾ സർക്കിളിൻ്റെ എന്താണ്? ഏറിയ, അതിൻ്റെ സർക്കിളിൻ്റെ ഏറിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? πr സ്ക്വയർ. πr സ്ക്വയർ ആണ് എത്ര? 81π. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്ക്വയർ വന്നാൽ സ്ക്വയർ റൂട്ട് കാണുക അല്ലേ? അപ്പോൾ r സ്ക്വയർ = 81π ബൈ എന്താണ്? ഈ പൈ ഇവിടെ പോയി. ഇനി അടുത്തെന്താണ്? r സ്ക്വയർ = എത്ര? 81. സ്ക്വയർ വന്നാൽ ഇത് കാണുക? സ്ക്വയർ റൂട്ട്. therefore r = സ്ക്വയർ റൂട്ട് ഓഫ് 81 = 9 സെൻറ്റിമീറ്റർ. മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബേസിൻ്റെ റേഡിയസ് കിട്ടുന്നു 9 സെൻറ്റിമീറ്റർ. ഇത്തിരി കാര്യങ്ങൾ മനസ്സിലായല്ലോ? വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ് ആദ്യം ഇത്തിരി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. കേട്ടല്ലോ? അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ഫോർമുല തന്നിട്ടുണ്ട്. ഇത് എന്താണ്? കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ളത്, കോണിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ളത്, കോണിൻ്റെ എന്താണ്? ബേസ് എഡ്ജ് കണ്ടുപിടിക്കാനുള്ളത്, കോണിൻ്റെ ലാറ്ററൽ എഡ്ജ് കണ്ടുപിടിക്കാനുള്ളത് പറഞ്ഞു തന്നില്ലേ അല്ലേ? ഓക്കെ, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പഠിച്ചു, ഇത് രണ്ടാമത് പഠിച്ചതാണ് കോണായിരുന്നു. കോണിൻ്റെ എന്താണ്? അതിനെന്തൊക്കെയുള്ളത്? റേഡിയസ്, ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ്. അപ്പോൾ ഒരു കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? ചരിവുയരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എൽ. കണ്ടോ? കണ്ടുപിടിക്കാനുള്ള ഫോർമുലയായിരുന്നു ഏത്? ഇത് ഒരു കോണിൻ്റെ ഹൈറ്റ്, അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലുള്ള ഫോർമുലയായിരുന്നു ഏത്? എച്ച് = L സ്ക്വയർ മൈനസ് എന്താണ്? സ്ക്വയർ ഓഫ് L സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇനി റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ പാദത്തിൻ്റെ ആരം കണ്ടുപിടിക്കാൻ പറഞ്ഞാലുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്ക്വയർ ഓഫ് L സ്ക്വയർ മൈനസ് എന്താണ്? എച്ച് സ്ക്വയർ. ഇത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.